രാജ്യത്തിന് വേദനിക്കുന്ന, രാജ്യത്തിന് രോഷമുണ്ടാകുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറി ഭീകരർ എന്ന നിഗമനം. ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചതായാണ് സംശയം. ഭീകരർ ആക്രമണത്തിന് ഉപയോഗിച്ചത് വിദേശ നിർമ്മിത തോക്കുകളാണ്. ലഷ്കർ ഇ തോയ്ബ ഭീകരൻ സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന് സൂത്രധാരൻ എന്നാണ് സൂചന. ആക്രമണത്തിൽ പങ്കുണ്ടെന്ന ആരോപണം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് തള്ളി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉറിയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ബാരാമുള്ളയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഡൽഹിയിലും തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി അല്പസമയത്തിനകം ചേരും. ശ്രീനഗർ പോലീസ് ആസ്ഥാനത്ത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. थोड़ा पीछे सर का पीछे वो आ गया। ബൽറാം നെടുങ്ങാടിയുടെ നേതൃത്വത്തിലുള്ള 24 വാർത്താ സംഘം തത്സമയ വിവരങ്ങളുമായി പഹൽഗാമിലുണ്ട്, ശ്രീനഗറിലുണ്ട്. ബൽറാം നെടുങ്ങാടിയും വിനീത വി.ജി. ശ്രീനാഥചന്ദ്രൻ എന്നിവർ ചേരുന്നു. ആദ്യം വിനീതയിലേക്ക് പോകുന്നു. വിനീത, ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. കള്ളം പറയുകയാണ്, വ്യാജം പറയുകയാണ് എപ്പോഴത്തേക്ക് വന്നതുപോലെ. അത് രാജ്യം മുഖവിലക്കെടുക്കുന്നുണ്ടോ? ഏത് രീതിയിലുള്ള റിട്ടാലിയേഷനാണ് ആലോചന? ഏത് രീതിയിലാണ് രാജ്യം ഈ മണിക്കൂറുകളെ നേരിടുന്നത്? വിനീത. ഹാഷ്മി, ഒരു ഭാഗത്ത് ഉള്ളു പൊള്ളുന്ന വേദനയുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 28 പേർ അവരുടെ വേനലവധിക്കാലം ആഘോഷിക്കാൻ എത്തിയവർ, സന്തോഷമായി കുടുംബത്തോടൊപ്പം നല്ല നിമിഷങ്ങൾ പങ്കുചേരാൻ എത്തിയവർ, അവരൊക്കെയാണ് ഇങ്ങനെ ഈ ഭീകരാക്രമണത്തിൻ്റെ ഇരകളായി ഇങ്ങനെ കൊല്ലപ്പെട്ടു പോകുന്നത്. ഈ 28 പേരുടെയും മറ്റ് നടപടിക്രമങ്ങൾ, അവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ നാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുള്ളതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡൽഹിയിലേക്ക് 5 മൃതദേഹങ്ങളാണ് എത്തിക്കുക. കൊച്ചി സ്വദേശിയുടെ അടക്കമുള്ള മൃതദേഹങ്ങൾ ഡൽഹിയിലേക്കായിരിക്കും എത്തിക്കുക. ഇവിടെ നിന്നാണ് പിന്നീട് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. 11:30 തന്നെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി, ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് അടക്കം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരം നടപടിക്രമങ്ങളെല്ലാം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. മറുവശത്ത് പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ വലിയ ഒരു സുരക്ഷാ വലയം ഇതിനോടകം തന്നെ ജമ്മു കാശ്മീരിൽ സൈന്യം തീർത്തിട്ടുണ്ട്. ഡൽഹിയിൽ തിരക്ക് പിടിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. 2 ദിവസത്തെ സൗദി സന്ദർശനം അത് പകുതിക്ക് വെച്ച് നിർത്തി വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. ഈ ഡൽഹിയിൽ എത്തിയതിന് പിന്നാലെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ മനസ്സിലാക്കി. ഇന്ന് 11 മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ഒരു പ്രത്യേക യോഗം ചേരും. ഈ യോഗത്തിലാണ് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുക. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന മറ്റൊരു വിവരം, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൗത്ത് ബ്ലോക്കിൽ കൂടിക്കാഴ്ച നടത്തുന്നു. കരസേനാ മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ കൂടിക്കാഴ്ചയിലുണ്ട്. ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളടക്കം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം ഈ പാകിസ്ഥാൻ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ലഷ്കർ ഇ തോയ്ബയുടെ പങ്ക് നമുക്കറിയാവുന്നതാണ്. ഒപ്പം ഈ ലഷ്കർ ഇ തോയ്ബയുടെ പ്രാദേശിക സംഘടന അവർ ഇതിനോടകം തന്നെ ഈ ഉത്തരവാദിത്തം, ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. NIA-യുടെ 2 സംഘം അന്വേഷണ സംഘങ്ങൾ ഇതിനോടകം ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. ഇതിലെ ഒരു സംഘം ശ്രീനഗറിൽ എത്തിയതായാണ് വിവരം ലഭ്യമായിരിക്കുന്നത്. ഈ സമാനമായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരാക്രമണ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ്, NIA-യുടെ സംഘമാണ് ജമ്മു കാശ്മീരിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ ഡൽഹിയിലെ യോഗത്തിന് ശേഷം ഒരുപക്ഷെ ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് ജമ്മു കാശ്മീരിലേക്ക് സന്ദർശനം നടത്താനുള്ള ഒരു സാധ്യതയും കൂടി നിലവിലുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ യോഗത്തിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. മറുവശത്ത് കൂടുതൽ നിരീക്ഷണവും ഒപ്പം തന്നെ
തിരിച്ചടിക്കാനുള്ള കൂടുതൽ കരുത്തും സൈന്യം എല്ലാ മേഖലകളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വശത്ത് ഈ ഭീകരാക്രമണം ഉണ്ടായി അതിൻ്റെ വേദനയിൽ നിന്ന് കരകയറുന്നതിന് മുൻപ് തന്നെ മറുവശത്ത് പൂഞ്ചിലുമൊപ്പം തന്നെ ഉറിയിലും ബാരാമുള്ളയിലുമൊക്കെ സമാനമായിട്ടുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ സൈന്യം എതിർത്തിട്ടുണ്ട്, സൈന്യം തോൽപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരം റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ നുഴഞ്ഞുകയറ്റ ശ്രമം ഇരു മേഖലകളിലും ഉണ്ടായ ബാരാമുള്ളയിലും ഒപ്പം തന്നെ ഉറിയിലും ഉണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഇതിൽ ബാരാമുള്ളയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തിക്ക എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ഒപ്പം ഈ ഭീകരാക്രമണം നടന്ന മേഖലയിൽ നിന്ന് ഇപ്പോൾ നിർണായകമെന്ന് പറയാവുന്ന രീതിയിൽ ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബൈക്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. ഇത് തന്നെയാണ് ദുരൂഹതയും വർദ്ധിപ്പിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പ്രദേശവാസികൾ ഈ ഭീകരർക്ക് സഹായം നൽകിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ ഭീകരർ 2 സംഘങ്ങളായാണ് ഈ മേഖലയിലെത്തി ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ഈ വിനോദസഞ്ചാരികളുമായി അവർ സംസാരിച്ച് നിന്നുകൊണ്ട് അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഭീകരൻ്റെതെന്ന് പറയുന്ന ഒരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അയാൾ കയ്യിൽ തോക്കുൾപ്പെടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മറുവശത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡൽഹിയിലും UP-യിലും മുംബൈയിലും അടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന മേഖലകളിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം വേണമെന്നുള്ള കാര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നത് വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ സൈന്യത്തെ അടക്കം ഇതിനോടകം ആ മേഖലകളിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഈ പഹൽഗാമിലടക്കം സൈന്യം തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം ഭീകരർ ഏതെങ്കിലും വനമേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അവിടെ എത്തി പരിശോധന നടത്തി വരികയാണ്.